Fica de quatão, vem de quatão, vem de quatão, de quatão, de quatão, fica de quatão, vem de quatão, fica de quatão, vem caixeira. Tem quatão, vem caixeira. Tem quatão, vem caixeira. Tem quatão, vem caixeira. Fica de quatão. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിഗ് ചെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ കേട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളല്ല സോറി, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇത് നമ്മളെ പാർട്ട് 3 ആണ് ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ് അടിച്ച് കയറി ഗൈസ്. അപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോവാം ഗൈസ്. പാർട്ട് 2 ആരൊക്കെ കണ്ടെന്നൊന്ന് പറയണേ. ഇത് പാർട്ട് 4 വരെയാണുള്ള. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എന്തെടുക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ലേ ഗൈസ്? കമൻറ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക ഗൈസ്. നമ്മൾക്ക് ഗാരേജിൽ പോകണം. വണ്ടി നമ്മളെ ബീബിനെണ്ണ എടുത്തുണ്ട്. അപ്പം നമ്മളിവിടെ ചിലപ്പം ഒരു ആളുണ്ടാവും, ആളുടെ പേര് പ്രകാശ് എന്നായിരിക്കും. മൂപ്പര് ഉണ്ടായാൽ നമുക്ക് സുഖമായല്ലോ, നമുക്കിങ്ങനെ സംസാരിച്ച് പോകാം ഗൈസ്. ഇപ്പം ഗാരേജ് എത്താനേ ഗൈസ്. അപ്പം നമുക്കൊരു ട്രാവലർ ഇറക്കണം ഗൈസ്. നമ്മളോട് നമുക്ക് ഇവിടെ വളച്ചിടാം, കാരണം ഉള്ളോട്ടേ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മൾ ബസ്സിൻ്റെ ബോഡി പുറത്തൊക്കെ പോയി ഗൈസ്. അപ്പം നമ്മളെ കാർ അവിടെ ഉള്ളിലുണ്ട്. നമുക്ക് സോറി, കാറല്ലേ, ബസ് അവിടെ ഉണ്ട്. നേരെ പോയി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഗൈസ്. അപ്പം നമ്മൾ പോയേക്കാൻ പോവാണ്. സസ്പെൻസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇറക്കുന്ന ബസ് ഏതാണെന്ന് വെച്ചാൽ സെഡസ്ത്ര BS കിങ് ആണ് ഗൈസ്. BS6 കിങ് ഗൈസ്. അപ്പം അടിപൊളിയായിരിക്കും, കാരണം അപ്പം എല്ലാവരും സെഡസ്ത്ര ഗൈസ് ഇറക്കുന്നതിനെ കൊണ്ട് നമ്മളൊരു സെഡസ്ത്ര ഇറക്കുകയാണ്. ഗൈസ് ദാ, ഓ മോനെ ഏട്ടാ വിഷയോ ഗൈസ്. എത്ര രൂപയ്ക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ചുറ്റും ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഫാമിലിത്തെ രണ്ടാമത്തെ ബസ്സാണ് ഈ കിടക്കുന്നത്. ഓ ഗൈസ്, ബാക്കൊക്കെ നോക്കിയാൽ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു ഗൈസ്. ഓ ഗൈസ്, അപ്പം വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ ഗൈസ്? അപ്പോൾ ഞാൻ എന്താ ഈ ചുവപ്പ് സാധനം, അതെന്തോ ബഗ്ഗാണ് തോന്നുന്നു ഗൈസ്. അത് നമ്മൾ നോക്കണ ചോദിച്ചില്ല ഗൈസ്. അപ്പം ബസ് എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് നേരെ ഇനി ബസ് എടുത്തിട്ട് നമുക്കിനി ഗാരേജ് കൊണ്ടുപോകണം ഗൈസ്. ഞാൻ കുറച്ച് പണികൾ സ്റ്റിക്കർ വർക്കും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു ധാരാവി കൊമ്പനെ ഇറക്കുന്ന പറ്റി ഇറക്കി വെക്കാം ഗൈസ്. ആര് മോഡലിലാണ് ഇറക്കാൻ നോക്കുന്നത്, മുമ്പിൽ പോകണ്ടെന്നാൽ മതി. തൈര് ക്രാഷ് കാർഡൊന്നും വെച്ചില്ല ഗൈസ്. ഓ ശക്തിയുടെ അടുത്ത് നാണ്ടിന് തട്ടില്ല. പോട്ടെ പോട്ടെ. അയ്യോ ഇങ്ങനെ ഇറക്കുന്ന കാണാൻ ഒരു പ്രത്യേക വൈബാണ്. അതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതൊരു ബസ് ഭ്രാന്തൻ്റെ ഒരു ആഗ്രഹമായിരിക്കും പ്രകാശൻ ഇങ്ങനൊരു ബസ് ഇറക്കുക. ഇത് പ്രകാശല്ലെങ്കിലും നമ്മൾ പ്രകാശന് എടുക്കണമെന്നെങ്കിലും പ്ലാന്. നമ്മൾ ഇപ്പോൾ വേറെ ഏതോ സ്ഥലത്താണ്, സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ പ്രകാശായിട്ട് ഉണ്ട് ഗൈസ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ക്രാഷ് കാർഡാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തൽക്കാലം വെറുതെ വെക്കാൻ പറഞ്ഞ അത് ഗൈസ്. ഇൻറ്റീരിയർ നോക്കിയാൽ ഇൻറ്റീരിയർ ഒന്നും വലിയതില്ല, കുഴപ്പമില്ല ഗൈസ്.
ഗൈസ് അപ്പോൾ നമ്മളോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വർക്ക് തീരെ പാടില്ല ഇത്തിരി മതി, പകരം സ്റ്റിക്കർ വർക്ക് ചെയ്തതെന്നാണ് ഗൈസ് MVD പറഞ്ഞിട്ടുള്ളത്. ഞാൻ പോയി ചോദിച്ചു, സൈൻ ചെയ്തു, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി ഗൈസ്. അപ്പം ഇനി നമുക്ക് നേരെ പോയി വർക്ക്ഷോപ്പ് കൊടുക്കണം. എല്ലാ ZS3ക്കും ഇങ്ങനത്തെ സ്റ്റിയറിംഗ് ആണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ അല്ല, മറ്റേ അശോക് ലൈലാൻഡിന് മറ്റേ സ്റ്റിയറിംഗ് ഇല്ലേ, അതാണ് എനിക്കിഷ്ടം ഗൈസ്. അപ്പം നമ്മൾ ഈ മോഡൊക്കെ കയറ്റി ആപ്പിൻ്റെ പേരൊക്കെ നമ്മൾ വീഡിയോൻ്റെ താഴെ പറയും ഗൈസ്. എല്ലാം വേണ്ട, ഞങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പം വണ്ടീന് മുമ്പൊക്കെ കണ്ടോ ക്രാഷ് കാർഡ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്താ ബോറ്, ഒറിജിനൽ ക്രാഷ് കാർഡ് വെക്കുന്നതിന് അങ്ങോട്ടുമല്ല അത് വെക്കാത്തതല്ലേ ഗൈസ്. അപ്പം നമ്മളിവിടെ ഞാൻ പറഞ്ഞ പോലെ പ്രകാശേട്ടൻ ഉണ്ട്. പ്രകാശേട്ടൻ നിങ്ങളെ പേരും പറഞ്ഞു കൊടുത്തേ, ഞാൻ പറഞ്ഞാലും നിങ്ങളൊന്നും പറയുന്നുണ്ട്. ഹലോ, എൻ്റെ പേര് പ്രകാശൻ, ഞാൻ ഇവൻ്റെ ഒരു ഡ്രൈവറാണ്. ഇവനെ ഇടയ്ക്കൊക്കെ ബസ് എടുത്ത് ഒഴിവാക്കുമ്പോൾ ഞാനടുത്ത് ഓടിക്കാറാണ്. കാരണം ട്രിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനടുത്ത് ഓടിക്കാറാണ്. അപ്പം ബസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളി ബസ് തന്നെ ഇവനെ ഇറക്കണേ. നമ്മൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബസ് തന്നെ ഇറക്കണമല്ലോ, അതന്നെ ഇവനെ ഇറക്കല്. അപ്പം ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായ ആളാണ്. ഞാൻ അങ്ങനെ ഓടി സംസാരിക്കാനൊന്നുമില്ല, ഞാൻ തന്നെ സംസാരിച്ചോട്ടെ. നമ്മൾ ഏകദേശമൊക്കെ എത്താനായി ഗൈസ്. ഗൈസ് നെക്സ്റ്റ് വീഡിയോ എന്തിനെ കുറിച്ചാണ് ഇടേണ്ടത് നിങ്ങൾ പറയും ഗൈസ്. ഹലോ എത്താനായോ ഇല്ല, എത്താനായി. ഇവിടെ ഉള്ളൊരു ഗാരേജിലാണ് കൊടുക്കുന്നത്. സ്ഥലം എത്തിയിട്ടുണ്ട്. റഷായിട്ടാ നോക്കണേ. പോട്ടെ ഇങ്ങോട്ട് മുമ്പോട്ട് എടുക്കല്ല ചങ്ങായി, ബാക്കോട്ട് വാ. ബാക്ക് ഇനും വരെ മതി. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളെ ബസ്സൊക്കെ സോറി ഗൈസ്, തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇപ്പോഴത്തേക്ക് ഇത്രയും ചളിയായി ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഡൗട്ട് ആയിരിക്കും പ്രകാശിൻ്റെ ചിഹ്നം എന്തിനാണ് വെച്ചത് ഗൈസ്. പ്രകാശിൻ്റെ ചിഹ്നം ഒറിജിനൽ ചിഹ്നമാണ്. നമ്മളവരോട് പൈസ കൊടുത്ത് വാങ്ങി ആണ് ഗൈസ്. കാരണം അവിടുന്ന് തന്നെ ബോഡി കിറ്റ് ആടുന്ന് ഇറക്കിയതാണ്. നമ്മൾ ആടുന്ന് ബോഡി കിറ്റ് ഇറക്കിയിട്ട് ഈ പീഡിയയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് ചെയ്താണ് ഗൈസ്. അതാണ് പ്രകാശിൻ്റെ ചിഹ്നം, അല്ലാണ്ട് പൈസ കൊടുത്ത് വാങ്ങിയൊന്നുമല്ല. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട like ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ. Fica de quatão, vem de quatão, vem de quatão, fica de quatão, vem de quatão, fica de quatão, vem com a xereca. De quatão, vem com a xereca. De quatão, vem com a xereca.